അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹതിയായ ഖദീജ ബീബി റളിയല്ലാഹു തആലയുടെയും കുടുംബജീവിതം വല്ലാത്ത സന്തോഷമാണ്. ആ സന്തോഷത്തിൽ അല്ലാഹു നൽകിയ ആദ്യത്തെ കനിയാണ്, മകനാണ് ഖാസിം എന്ന പൊന്നുമോൻ. ആ പൊന്നുമോൻ അധിക നാൾ നിന്നില്ല, വഫാത്തായി. ആ മകന്റെ വിയോഗം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളവും ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ആ സങ്കടത്തിന്റെ നൊമ്പരത്തിന്റെ ആഴപ്പരപ്പ് തീരുന്നതിന് മുമ്പാണ് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വീണ്ടും ഗർഭവതിയാവുക. വല്ലാത്ത സന്തോഷമായി. കാരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന തീരുന്നതിന് മുമ്പ് ഒരു ഗർഭവതിയാവുക എന്ന് പറഞ്ഞാൽ സന്തോഷമാണല്ലോ. അങ്ങനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് ഒരു പൊന്നുമോളാണ്. ആ മകൾക്ക് സൈനബ എന്ന് പേരിടുകയാണ്. ആ സൈനബ എന്ന പൊന്നുമോളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീബി റളിയല്ലാഹു തആലയെ പൊന്നുപോലെ വളർത്തുകയാണ്. നബി തങ്ങളുടെയും ഖദീജ ബീബിയുടെയും സ്നേഹവും ലാളനയും കണ്ടു വളർന്ന മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹ നല്ല രീതിയിൽ സാമർഥ്യമുള്ള, ബുദ്ധിയുള്ള, പക്വതയുള്ള, പാകതയുള്ള ഒരു പെൺകുഞ്ഞായി വളർന്നു വന്നു. അങ്ങനെ സൈനബ റളിയല്ലാഹു തആല ആളുകൾക്കിടയിൽ വലിയ മതിപ്പുള്ളവളായി, വലിയ വിലയുള്ളവളായി, വലിയ അംഗീകാരമുള്ളവളായി. അങ്ങനെ സൈനബ റളിയല്ലാഹു തആല വളർന്നു വരുമ്പോൾ ഖദീജ ബീവിയുടെ സഹോദര പുത്രൻ അബുൽ ആസ് എന്ന് പറയുന്ന ഒരു മകൻ എപ്പോഴും വീട്ടിൽ വരാറുണ്ട്. അബുൽ ആസ് സൈനബ റളിയല്ലാഹു അൻഹ സമപ്രായക്കാരാണ് എന്ന ചരിത്രങ്ങളിൽ കാണാം. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരാണ്, പരസ്പരം മനസ്സിലാക്കിയവരാണ്. അതുമാത്രമല്ല, അബുൽ ആസ് വളർന്ന് വലിയ കച്ചവടക്കാരനായി. കച്ചവടം കഴിഞ്ഞ് സിറിയയിലേക്കും ഷാമിലേക്കൊക്കെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അമ്മായിയാകുന്ന ഖദീജ ബീവിക്കും മകളാകുന്ന സൈനബ ബീവിക്ക് ഗിഫ്റ്റുകൾ, സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വലിയ സ്നേഹബന്ധമുണ്ട്. ഒരിക്കൽ അബുൽ ആസ് വന്ന് തൻ്റെ അമ്മായിയോട്, ഖദീജ ബീവിയോട് പറഞ്ഞു, അമ്മായി, എനിക്ക് മകളാകുന്ന സൈനബ ബീവിയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട്, അന്ന് മുത്തുനബി തങ്ങൾ പ്രവാചകനായിട്ടില്ല, വാപ്പയോട് സൈനബയോട് അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ പറയാം. നബി തങ്ങൾ കടന്നു വന്നപ്പോൾ ഖദീജ ബീവി ചോദിച്ചു, അതെ, അബുല്ലാസ് വന്ന് വിവാഹാലോചന നടത്തിയിട്ടുണ്ട്, സൈനബാനെ ഓൾ പൊന്നു പോലെ നോക്കിക്കൊള്ളാന്നാ പറയണേ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, നമ്മൾ എടുക്കുന്ന തീരുമാനമല്ല, നമ്മുടെ പൊന്നുമോളുടെ താല്പര്യമാണ്, അവളാണ് ജീവിക്കേണ്ടത്, അവളുടെ അഭിപ്രായം ചോദിക്കാം. നാമും അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ മകനെ കൊണ്ട് വിവാഹം ഉറപ്പിക്കലല്ല, നമ്മുടെ മകളെ അനുവാദം ചോദിക്കണം, താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ. അങ്ങനെ വാപ്പയും ഉമ്മയും കൂടി സൈനബ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോനെ, അബുല്ലാസ് വിവാഹം അന്വേഷിക്കുന്നുണ്ട്, നിന്നെ കെട്ടണമെന്ന് ആഗ്രഹവും പറഞ്ഞു, മോളുടെ അഭിപ്രായം എന്താ? മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹ മൗനം പാലിച്ചപ്പോൾ മനസ്സിലായി സമ്മതമുണ്ട് എന്ന്. അങ്ങനെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും അബുല്ലാസിന് വിവരം കൊടുത്തു, സൈനബക്ക് സമ്മതമാണ്. അങ്ങനെ വിവാഹം നടന്നു. കാലം മുന്നോട്ട് പോയി. 6ഓളം വർഷം സുഖമായി സന്തോഷത്തോടെ ജീവിച്ചു എന്നാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അബുല്ലാസ് എന്ത് ചെയ്യും, കച്ചവടാർത്ഥം പല രാജ്യങ്ങളിലേക്ക് പോകും. ആ സമയത്ത് സൈനബ ബീവി സ്വന്തം വീട്ടിലേക്ക് വരും, ഉമ്മയെ സഹായിക്കും, വാപ്പയെ സഹായിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം തൻ്റെ ഭർത്താവ് അബുല്ലാസ് ദൂരയാത്രയ്ക്ക് പോയി. ആ സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് അറിയുന്നത് വാപ്പയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പറയുന്നു, എന്താണെന്നറിയില്ല. ഉമ്മയാകുന്ന ഖദീജ ബീവിയോട് ചോദിച്ചു, ഉമ്മ, വാപ്പാക്ക് എന്തു പറ്റി? ഉമ്മ പറഞ്ഞു, മോളെ, വാപ്പ ഒരു പ്രവാചകനായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു, ഖുർആനിക പാരായണങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകനായി ഞങ്ങളെ വാപ്പായെ തെരഞ്ഞെടുത്തിരിക്കുകയാണെന്ന സന്തോഷ വാർത്ത ഖദീജ ബീവി സൈനബ ബീവി അറിയിക്കുകയാണ്. അപ്പൊ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഉമ്മ പറഞ്ഞു, ഖദീജ ബീവി പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയാണ്, വാപ്പായെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ല എന്നും നമ്മുടെ വാപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ വാക്കുകൊണ്ട് കൽബ് കൊണ്ട് ഉറപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സൈനബ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമ്മ, നിങ്ങൾ വിശ്വസിച്ചുവെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ മടിക്കുന്നത്? ഞാനും ഇത് വിശ്വസിക്കുന്നു, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാനിത് സാക്ഷ്യം വഹിക്കുകയാണെന്ന് മഹദിയായ സൈനബ റളിയല്ലാഹു തആല സാക്ഷ്യം വഹിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഭർത്താവ് മടങ്ങി വന്നു. അബുല്ലാസ് മടങ്ങി വന്ന പുതിയ വിവരങ്ങൾ കേട്ടു. നിങ്ങളുടെ വാപ്പാക്ക് പുതിയ മതം കിട്ടിയിട്ടുണ്ട്, പ്രവാചകനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സൈനബ റളിയല്ലാഹു തആല പുഞ്ചിരിയോടെ പറഞ്ഞു, അബുല്ലാസേ, എൻ്റെ വാപ്പ പ്രവാചകനാണ്, ഞാനത് സ്വീകരിക്കുകയും ചെയ്തു, ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അബുല്ലാസിനോട് സൈനബ റളിയല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ?
നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ആ സമയത്ത് അബുല്ലാസ് പറയാണ്, സൈനബ, നിങ്ങളെ വാപ്പ, നമ്മുടെ അമ്മാച്ചൻ, നിന്റെ പിതാവ് സത്യസന്ധനാണ്, അൽ അമീനാണ്, അസ്വാദിഖാണ്, അതിൽ യാതൊരു തർക്കമില്ല. അദ്ദേഹം ഒരു പ്രവാചകനാണെന്നതിൽ പറഞ്ഞാൽ അതിലെ കളങ്കപ്പെടുത്താൻ ഒന്നും തന്നെയില്ല. പക്ഷേ ഞാൻ ആ മതം സ്വീകരിച്ചാൽ ഭാര്യയുടെ വാക്ക് കേട്ട് മതം മാറിയവനായി എൻ്റെ മുൻഗാമികളായ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞവനെന്ന പേരെനിക്ക് വരൂലേ, അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക, ഞാൻ ആ മതത്തിലേക്ക് ചേരണില്ല, പ്രശ്നമില്ല. അങ്ങനെ സൈനബ റളിയല്ലാഹു തആല ഇസ്ലാം മത വിശ്വാസിനിയായും അബുല്ലാസ് തന്റെ പ്രപിതാക്കളുടെ വിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് മക്കക്കാർ വല്ലാത്ത ഉപദ്രവം മുത്തനബി തങ്ങൾക്കുണ്ടാകുന്നത്. ഒരു ദിവസം അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ ചാരത്ത് ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ മണ്ണുവാരി നബി തങ്ങളുടെ മുഖത്തേക്ക് എറിഞ്ഞു. മഹതിയായ സൈനബ റളിയല്ലാഹു അൻഹ ഓടി വന്ന മുഖമകനെ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ കരഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, സൈനബ, അള്ളാഹു എന്നെ കളിയാക്കൂല, പരിഹാസ്യനാക്കൂല, നിന്യപ്പെടുത്തൂല, നീ പേടിക്കണ്ട, സുനിശ്ചിതമായൊരു വിജയം നമുക്ക് വരാനുണ്ട് എന്നാണ്. അങ്ങനെ അവർ രണ്ടുപേരും സുഖമായി ജീവിക്കാൻ. അങ്ങനെ മക്കക്കാരുടെ ഉപദ്രവ സഹിക്കവയ്യാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ പോകുമ്പോൾ സൈനബ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഹിജറ പോകാൻ ഭർത്താവാകുന്ന അബുല്ലാസ് അനുവാദം കൊടുത്തില്ല. അതുകൊണ്ട് നബി തങ്ങളോടൊപ്പം പോകാൻ കഴിഞ്ഞില്ല. പ്രവാചകനും കുടുംബവും അനുചരന്മാരെല്ലാവരും പോയി. സൈനബ റളിയല്ലാഹു തആല അൻഹ അന്യമതസ്ഥരോടൊപ്പം ബഹുദൈവ വിശ്വാസികളോടൊപ്പം മക്കയിൽ മനസ്സോടെ കഴിയുകയാണ്. അതൊരു വല്ലാതെ സങ്കടത്തിന്റെ നൊമ്പരത്തിന്റെ തീക്കനലുമായി സൈനബ റളിയല്ലാഹു തആല അൻഹ കഴിയുകയാണ്. അങ്ങനെ ചരിത്രത്തിൽ കാണാം, പരിശുദ്ധമായ ബദർ കടന്നു വന്നു. ബദർ യുദ്ധം കടന്നു വന്നപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത യുദ്ധമായിരുന്നു. മുസ്ലിങ്ങളുടെ പക്ഷത്ത് ന്യൂനപക്ഷമാകുന്ന സ്വഹാബത്ത്, മറുപക്ഷത്ത് ആയിരക്കണക്കിന് ശത്രുക്കൾ. ശത്രുക്കൾക്കിടയിൽ മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ നബിതങ്ങൾക്കെതിരിലായി അബുല്ലാസ്, അതായത് മരുമകൻ സൈനബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാകുന്ന അബുല്ലാസ് നിൽക്കുന്നുണ്ട്. നബിതങ്ങളത് കണ്ടു. ദീനാണല്ലോ വലുത്, ഇവിടെ ഒന്നും നോക്കിയില്ല. യുദ്ധം പൊടിപൊടിച്ചു. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. യുദ്ധ തടവുകാരനായി അബുല്ലാസിനെ പിടിക്കപ്പെട്ടു. മദീനയിലേക്ക് കൊണ്ടുവന്നു. യുദ്ധ തടവുകാരെ മോചിപ്പിക്കുന്നതിന് മക്കയിൽ നിന്ന് ദിവ്യമോചനമായി, മോചനദ്രവ്യമായി എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ, പൈസയോ സമ്പത്തോ ചരക്കുകളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ വിട്ടുകൊടുക്കൽ പതിവുണ്ട്. പക്ഷേ സൈനബ ബീബിക്ക് കൊടുക്കാൻ ഒന്നുമില്ല. നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ തന്റെ അലമാരയിൽ തന്റെ ഉമ്മ മരണക്കിടക്കയിൽ സമ്മാനിച്ചൊരു മാല, ഒരു മുത്തുമാല, ഖദീജ ബീബി കൊടുത്ത മുത്തുമാല കയ്യിലുണ്ട്. അത് ദൂതന്റെ കയ്യിൽ ഇലാ ഹദറത്തി റസൂലില്ല, നിബിതങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിയെന്നാണ്. ആ മുത്തുമാലയുടെ പൊതി ഇങ്ങനെ അഴിച്ച് മുത്തുമാല കണ്ടപ്പോൾ നബിതങ്ങൾ കരഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾ എന്തിനാ കരയണത്? മാല ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഖദീജ, ഇത് ഖദീജക്കുള്ളതാണ്, എന്റെ ഖദീജയുടേതാണ്. ഖദീജയുടെ ഓർമ്മ എന്നെ വല്ലാതെ വേദനിപ്പിച്ച് സ്വഹാബ എന്ന് പറഞ്ഞ് നബിതങ്ങൾ കരഞ്ഞു എന്നാണ്. ഇവിടെ നബിതങ്ങൾ തന്റെ നേതാവാണ്. ഒരു അനുചരന്മാരുടെ നേതാവ് ചോദിക്കാണ്, നിങ്ങൾക്ക് അനുവാദം ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോക്ക് കൊടുത്ത മാല ഞാനിത് തിരികെ കൊടുത്തോട്ടെ, എന്നിട്ട് അബുല്ലാസിനെ ഞാൻ വെറുതെ വിട്ടോട്ടെ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, എന്തിനാ നബി അനുവാദം ചോദിക്കണേ? നിങ്ങൾ എന്തോ പറഞ്ഞാലും നിങ്ങൾക്ക് അനുവാദമാണ്, നിങ്ങൾ കരയല്ലേ നബിയെ? നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ സ്വഹാബത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ ആ മാല തിരികെ കൊടുത്തു. അബുല്ലാസിനെ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞു, അബുല്ലാസെ, നീ മക്കയിലെത്തിയാൽ എന്റെ പൊന്നുമോളെ മദീനയിലേക്ക് നീ മടക്കി വിടണം. ഇതാണ് കരാറ്. അബുല്ലാസ് സമ്മതിച്ചു. നേരെ അബുല്ലാസ് മദീനയിൽ നിന്നും മക്കയിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്ത വാക്കാണല്ലോ, മക്കയിലെത്തിയാൽ സൈനബാനെ മദീനയിലെത്തിക്കണം. സൈനബ റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങൾ പറഞ്ഞു. സൈനബ റളിയല്ലാഹു അൻഹ വല്ലാത്ത സന്തോഷമായി. എന്നാലും ഭർത്താവ് വരുന്നില്ലല്ലോ എന്നൊരു വേദനയുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കിനാന എന്ന് പറയുന്ന തന്റെ കുടുംബത്തിൽപ്പെട്ടവരും മറ്റു ചിലരും ചേർന്ന് സൈനബ റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ്. വഴിയിൽ ശത്രുക്കൾ തടഞ്ഞു. അന്ന് സൈനബ റളിയല്ലാഹു തന്റെ പൂർണ്ണ ഗർഭവതിയാണ്. ഒട്ടകത്തിന്റെ മുകളിലിരുത്തിയാണ് കൊണ്ടുപോവുക. ശത്രുക്കൾ ഇങ്ങനെ തടഞ്ഞു. അവസാനം അവിടെ അടിപിടിയായി. ഒട്ടകത്തിന്റെ കാലിൽ വെട്ടിയ ഒരു ശത്രു നിലത്ത് വീണു. സൈനബ റളിയല്ലാഹു തആലയുടെ ഗർഭം അലസിപ്പോയി. വല്ലാത്ത വേദനയായി, സങ്കടമായി. ആ സമയത്ത് അബൂ സുഫിയാൻ കടന്നു വന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, കിനാന, ഇത് വലിയ പ്രശ്നമാണ്, ഇത് പകല് കൊണ്ടുപോകാൻ പറ്റൂല. മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ മക്കക്കാർക്ക് എത്രമാത്രം ഉപദ്രവം ഉണ്ടാക്കി എന്നറിഞ്ഞൂടെ? ആ പ്രവാചകന്റെ പൊന്നുമോളെ പകലിൽ ഇങ്ങനെ പരസ്യമായി മദീനയിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാന പ്രശ്നമുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, രാത്രി ആരും അറിയാതെ കൊണ്ടുവെക്കോ, ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോയി. അന്ന് ആത്തിഖ എന്ന പേരുള്ള പെണ്ണ് മഹദിയായ സൈനബ ബീബിയെ പരിചരിച്ചു. ആ ഗർഭമത്സ്യത്തിന്റെ വിഷമങ്ങളൊക്കെ മാറി. വേദനയുണ്ട്. അങ്ങനെ രാത്രി കിനാന റളിയല്ലാഹു അൻഹുവിന്റെ പേര്, കിനാന എന്നവരുടെ പേരിൽ
നേതൃത്വത്തിൽ മദീനയിലേക്ക് യാത്രയായി സൈനബ റളിയല്ലാഹു തആല മദീനയിൽ എത്തിപ്പെട്ടു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചു. വല്ലാത്ത സന്തോഷം. ആ ഇടയ്ക്കാണ് മക്കയിൽ നിന്നും വന്ന ഒരു സംഘം, കച്ചവട സംഘത്തെ മദീനയിലെ അനുസാരികളായ സ്വഹാബത്ത് പിടിക്കുന്നത്. മദീന പരിധി വെച്ച് അവരെ പിടിക്കപ്പെട്ടു. അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന കരാറുള്ളത് കൊണ്ട് നേരെ നബി തങ്ങൾ ഹദറത്തിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവരുന്നതിനിടയിൽ അതിൽ നേതാവ് അബുല്ലാസാം. അത് സൈനബയുടെ ഭർത്താവാണല്ലോ. ഈ ശത്രു സ്വഹാബത്ത് പിടിച്ചപ്പോൾ അവരെ കയ്യിൽ നിന്ന് വഴുതി മാറി ഓടി മദീനയിൽ സൈനബ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട് കണ്ടെത്തി വീട്ടിനകത്ത് താമസിച്ചു. സൈനബ റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിന് അഭയം കൊടുത്തു. പിറ്റേന്ന് സുബഹി നമസ്കാരത്തിന് സ്വഹാബത്ത് പള്ളിയിൽ കൂടിയപ്പോൾ പള്ളിയുടെ ഒരു മറവിൽ വന്ന് നിന്നുകൊണ്ട് സൈനബ റളിയല്ലാഹു അൻഹ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അപ്പച്ചിയെ, എൻ്റെ ഭർത്താവ് കടന്നു വന്നു, ഞാൻ ഇന്നലെ അഭയം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ഇതൊക്കെ ഞാൻ ചെയ്തു പോയി. ഉടൻ തന്നെ നബി തങ്ങൾ പറഞ്ഞു, നീ ചെയ്ത് നല്ല കാര്യമാണ്, അവൻ അതിഥിയായി സ്വീകരിക്കണം, പക്ഷേ ഒരു പരിധി പാലിക്കണം. ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ച, സ്വഹാബ, നിങ്ങൾ എനിക്ക് അനുവാദം തരികയാണെങ്കിൽ അബുല്ലാസിനെയും അവൻ്റെ സമ്പത്തിനെയും മക്കയിലേക്ക് ഞാൻ മടക്കി വിടാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്കൊരു നല്ല തീരുമാനത്തിന് കാരണമാകും. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾക്ക് എന്താ അതിരഭിപ്രായം, നിങ്ങൾ ചെയ്തോളിൻ. അങ്ങനെ അബുല്ലാസിനെ നേരെ മദീനയിലേക്ക് മക്കയിലേക്ക് തിരിച്ചു വിട്ടു. ഈ സ്വഹാബത്തും നബിതങ്ങളും അബുല്ലാസിനോട് കാണിച്ച ഈ ഒരു ഉത്തരവാദിത്വം, സ്നേഹം അബുല്ലാസിനെ മനസ്സിനെ വല്ലാതെ വേലിയേറ്റമുണ്ടാക്കി. അപ്പൊ ചിന്തിച്ചു, സൈനബ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, സൈനബ, ഞാൻ ഇപ്പം ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമാണ്, ഞാൻ സമ്മതമാണ്, പക്ഷേ ഞാൻ ഇപ്പം ഇസ്ലാം മതം സ്വീകരിച്ചാൽ മക്കക്കാരുടെ സമ്പത്ത് മുഴുവനും എൻ്റെ കയ്യിലാണ്. ആ സമ്പത്ത് കിട്ടാൻ വേണ്ടി ഞാൻ മുസ്ലിമായി എന്ന് പറയും. അത് വേണ്ട, നല്ലൊരു തീരുമാനം ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞ് സൈനബ റളിയല്ലാഹു അൻഹയും വിട്ട് അബുല്ലാസ് മടങ്ങിപ്പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അബുല്ലാസ് മക്കയിലെത്തി. കൊണ്ടുവന്ന സമ്പത്ത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും എത്തേണ്ടവർക്ക് എത്തിച്ചു ചോദിച്ചു, ഈ അബുല്ലാസിനെ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടോ? അവർ പറഞ്ഞു, ഒന്നും തരാനില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ള ലാഭം കിട്ടി, മുതൽ കിട്ടി, ഒരു പ്രശ്നവും ഇല്ല, ഇനി ഒരു ബാധ്യതയുമില്ല. ആ സമയത്ത് മക്കയുടെ പരിസരത്ത് പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് വന്ന് അബുല്ലാസ് വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത്ഭുതപ്പെട്ടു പോയി ആളുകൾ, അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലേക്ക് മദീനയിലേക്ക് മടങ്ങി വന്ന് വീണ്ടും കലിമ ഒന്നുകൂടി ആവർത്തിച്ചു എന്നാണ്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബീവിയെ തന്നെ ഒന്നുകൂടി വിവാഹം ചെയ്തു കൊടുത്തു. ആ ദാമ്പത്തിക ജീവിതം വല്ലാതെ സന്തോഷത്തിലായി. അങ്ങനെ മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹ 30ാമത്തെ വയസ്സിലാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്നാണ്. ആ സൈനബ റളിയല്ലാഹു തആല അൻഹ വിട പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂൽ മടങ്ങി വന്നു. അള്ളാഹിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ ഫാത്തിമയോട്, കുടുംബക്കാരോട് 3, 5, 7 തവണ കുളിപ്പിക്കാൻ പറഞ്ഞു. വലതുഭാഗത്ത് നിന്ന് തുടങ്ങാൻ പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചു. അള്ളാഹിന്റെ റസൂൽ ഇട്ടിരുന്ന ഒരു കമീസ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ പൊന്നുമോളുടെ അടിയിലിടുന്ന ഉടുപ്പാകണം. അങ്ങനെ മുത്തുനബി തങ്ങളുടെ കമീസ് ധരിക്കാൻ ഭാഗ്യം ലഭിച്ചു. മഹദിയായ സൈനബ റളിയല്ലാഹു തആലയ്ക്ക് അള്ളാഹിന്റെ റസൂൽ ഖബറിന്റെ ചാരത്ത് വന്നു. അതിനകത്ത് ഇറങ്ങിക്കിടന്ന് ദുആ ചെയ്തു. അള്ളാഹിന്റെ റസൂൽ കൈകൊണ്ട് ജനാസ ഇറക്കി വെച്ചു. ആ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ മുത്തുനബി തങ്ങളാണ് ഇറക്കി വെച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. ജീവിതത്തിൽ അള്ളാഹുവിനും റസൂലിനും ദീനിനും വേണ്ടി ഒരുപാട് ത്യാഗനിർഭരമായ ജീവിതം നയിച്ചവളാണ് മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹ എന്ന് മറന്നു പോകല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മകളാണ് സൈനബ. ആ സൈനബ റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുവന്ന് കബറടക്കി. എല്ലാവരും നോക്കുമ്പോൾ വിധങ്ങൾ 2 കൈ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് നബി എന്ത് പറ്റി? ആ സമയത്ത് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, എൻ്റെ പൊന്നുമോളാ, എൻ്റെ കയ്യിൽ കിടന്ന് വളർന്നവളാണ്, എൻ്റെ പൊന്നുമോളാണ്. ആ പൊന്നുമോളെ കബറടക്കിയപ്പോൾ, ആ കബർ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ പൊന്നുമോളുടെ നട്ടെല്ല് പൊട്ടുന്ന ശബ്ദം എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കാനിടയായി. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി തങ്ങളുടെ പൊന്നുമക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ ദിനേന പാപം ചെയ്യുന്ന എൻ്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ? ആ സൈനബ റളിയല്ലാഹു തആല നാളെ സ്വർഗ്ഗത്തിലാണ്, ജന്നത്തുൽ ബഖീയിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക ജീവിതത്തിൻ്റെ അത്ഭുതകരമായ കഥകളിലൂടെ നമുക്ക് ബദറിൻ തീരത്തിലൂടെ സഞ്ചരിക്കാം. ഇതുപോലെയുള്ള നല്ല നല്ല കഥകൾക്കായി ഈ ബദറിൻ തീരം ചരിത്ര കഥകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.